കാര്യമുണ്ട്. ഇതൊന്ന് നോക്കിയേ. അതായത് ഈ പറയുന്ന നമ്മുടെ ഈ പൂരത്തിന്റെ ആവേശത്തിന് ഇങ്ങനെ മേളത്തിന് താളം പിടിക്കുന്ന ഈ സാധനത്തിന് നമ്മൾ ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ തവണ ഒരു പേരിട്ടിരുന്നു. അത് ഷംഷാദ്. പിന്നീട് ഗംഭീരമായി വൈറലായി. അതിന്റെ കഥയൊന്ന് ഞാൻ ചുരുക്കിയൊന്ന് പറഞ്ഞുതരാം മാധു. അതായത് അരുൺകുമാർ ഈ പറയുന്ന ഈ വസ്തുവിന്റെ പേരെന്താണ് എന്നുള്ളത് വിളിക്കുന്ന ആളോട് ചോദിച്ചു. അപ്പോ ചേട്ടനോട് ഈ തിരക്കിന്റെ ഇടയിൽ ചോദിച്ചു, ചേട്ടാ പേരെന്താണ്? അപ്പോ ചേട്ടൻ പറഞ്ഞു ഷംഷാദ്. പറഞ്ഞത് ചേട്ടന്റെ പേരായിരുന്നു. പക്ഷെ അരുൺകുമാർ തെറ്റിദ്ധരിച്ചു. ഈ പറയുന്ന വസ്തുവിന്റെ ഈ പറയുന്ന ബലൂണിന്റെ പേരാണ് എന്ന് തെറ്റിദ്ധരിച്ചു. പിന്നീട് അതൊരു ഗംഭീര വൈറലായി. ഇപ്പൊ പൂരനഗരിയിൽ ഇതിന്റെ പേരെന്താണെന്നറിയോ? ഷംഷാദ്. അതായത് റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺകുമാർ ആളുടെ പേര് മാറിയിട്ടിട്ട് ഇതിനിപ്പോ പേര് ഷംഷാദ് എന്നായി മാറി. എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഗംഭീരമായി. തീർച്ചയായും ഇതിപ്പോ മേളത്തിന് താളം പിടിക്കാൻ ഷംഷാദ് ഉണ്ടോ എന്ന് പൂരനഗരിയിൽ ആൾ അന്വേഷിച്ചു തുടങ്ങി. ആ ബലൂൺ വിറ്റ ചേട്ടൻ ഷംഷാദ് ഇപ്പൊ എവിടെയാണോ എന്തോ. എന്തായാലും ആയിക്കോട്ടെ, നമ്മൾ ഈ വാങ്ങിയ ഇത് ബലൂൺ ഞാൻ വാങ്ങിയിട്ട് മൂപ്പര് കരിയാണ്. നിന്റെ പേരെന്താ? എനിക്ക് വയ്യ, എനിക്ക് വയ്യ. അതായത് തൽക്കാലം ആ ബലൂണിനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ആ പയ്യന്റെ കയ്യിൽ വാങ്ങിയത്. അവരിപ്പം കരഞ്ഞ് നിലവിളിക്കാണ്. തീർച്ചയായിട്ടും ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആയില്ലേ? എവിടെ ചേച്ചി? എല്ലാ വർഷവും വരാറുണ്ടോ? ഇത്തവണ പൂരം എങ്ങനെയുണ്ട്? ഇത്തിരി വിഷമമൊക്കെ മനസ്സിലുണ്ട്. എന്നാലും ആ വിഷമത്തൊക്കെ മറികടന്നുകൊണ്ട് വടക്കുന്നാഥന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവും.